നിയമവും ചട്ടമൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ ഇന്ന് കേക്ക് മുറിക്കുന്നു, റീൽസ് ചിത്രീകരിക്കുന്നു, ഞാൻ കൃഷ്ണഭക്തിയാണെന്ന് പറയുന്നു. മാത്രമല്ല ഇതൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഞാൻ കൃഷ്ണനെ വരക്കാൻ തുടങ്ങിയപ്പോഴാണ്, ഞാൻ കൃഷ്ണനെ വരച്ചു കൊടുത്തത് കൊണ്ട് പല ഹിന്ദു തറവാടുകളിൽ സന്ധ്യ വിളക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇവർ ഈ കൃഷ്ണനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഹിന്ദുക്കാരും സന്ധ്യ വിളക്ക് വെക്കാറില്ലായിരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി. ഇവരുടെയൊക്കെ പേര് നിങ്ങൾ ആലോചിച്ച് നോക്കി, മുസ്ലിം പേരാണ്, തട്ടം വിട്ടാണ് ഇവരൊക്കെ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് ഇത്ര പ്രിയമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന്റെ ഭാഗമായി പോയാൽ ഗുരുവായൂരേറ്റും. ഏത് പെൺകുട്ടിയാണെങ്കിലും അവൾ ഇത്ര വലിയ ഭക്തി മൂത്തി നടക്കുന്നവളാണെങ്കിൽ അവൾ പേര് മാറ്റി അവൾ അവരുടെ വിശ്വാസത്തിൽ നിന്ന് മറികടന്ന് ആ വിശ്വാസത്തിന്റെ ഭാഗമായാൽ അവൾക്ക് യഥേഷ്ടം കയറാം, അവിടെ ചെന്ന് പ്രാർത്ഥിക്കാം. അവർക്കറിയാം അങ്ങനെ പോയാൽ പിന്നെ മാർക്കറ്റില്ല. അങ്ങനെ പോയാൽ എന്ത് പ്രസക്തിയാണ്? ആരിഫ് ഹുസൈൻ എന്തുകൊണ്ടാണ് പേര് മാറ്റാത്തത്? രാമസിംഹം പേര് മാറ്റി, ഇപ്പൊ രാമസിംഹം എവിടെ? ആര് ശ്രദ്ധിക്കുന്നു? ആരിഫ് ഹുസൈനായി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പ്രസക്തിയുള്ളത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മുസ്ലിം പേരുള്ളപ്പോഴാണ് പ്രസക്തിയുള്ളത്. അതൊക്കെ അങ്ങ് പോട്ടെ. ഇപ്പം ജാസ്മിൻ ജാഫർ ആയതുകൊണ്ടാണെന്ന് പറയുന്ന ആളോട് ശ്രദ്ധിക്കണം, ഗുരുവായൂർ പരിസരത്ത് കച്ചവടം നടത്തുന്നതിൽ നല്ലൊരു ശതമാനം മുസ്ലിമീങ്ങളാണ്.